ഈ അടുത്ത് ഞാൻ കണ്ടൊരു റീലാണിത്. മലപ്പുറത്ത് വീണ്ടും ശൈശവവിവാഹത്തിന് ശ്രമം. 14 വയസ്സുകാരിയുടെ വിവാഹ നിശ്ചയം നടത്തി വീട്ടുകാർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇതൊരു ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗം പുതിയ വന്ന ന്യൂസാണ്. 9ാം ക്ലാസ്സുകാരി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. ദിവസം ഞാൻ കൊണ്ടോട്ടി ഫോർട്ട് മാളിൽ വൈകുന്നേരം സ്കൂൾ വരുന്ന സമയത്ത് സാധനം വാങ്ങുന്ന സമയത്ത് ഒരു 3-4 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തൊക്കെ സ്കൂൾ വരുന്ന പെൺകുട്ടികൾ അവിടെയുള്ള പല പയ്യന്മാരോടും സംസാരിച്ചിട്ടൊക്കെയാണ് വീട്ടിൽ പോകുന്നത്. അത് നമ്മൾ ഇടപെടാൻ പാടില്ല, കാരണം എന്താ, അത് സദാചാരമായി പോകും. ഈ പെൺകുട്ടികൾ നേരത്തെ എന്താ വീട്ടിലെത്താത്തുന്നുള്ള വീട്ടുകാർക്ക് തന്നെ ഇഷ്ടം, അതല്ലെങ്കിൽ വീട്ടുകാർക്ക് ഇടയ്ക്ക് കടവൊന്നും നോക്കാലോ. അതൊന്നും ഇടപെടാൻ പാടില്ല, കാരണം എന്താ വെച്ചാൽ ഭയങ്കര പുരോഗമന സ്ഥലമാണ് നമ്മുടെ കേരളം എന്നുള്ളത്. അതുപോലെ തന്നെ ലെസ്ബിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാം, അതൊരു വിഭാഗം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇപ്പോഴുള്ള പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കണ്ട. ഈ 18 വയസ്സിൽ തന്നെ അന്നത്തെ ആ കമന്റ് സെക്ഷൻ നോക്കിയാൽ 18 വയസ്സിൽ വിവാഹം കഴിക്കാനേ പാടില്ല, മാക്സിമം 25 വയസ്സെങ്കിലും പെൺകുട്ടിയൊക്കെ ആവണം. പക്ഷേ 25 വയസ്സ് വരെ പല പെൺകുട്ടികളും പല രീതിയിലാണ് നടക്കുന്നത്, അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അതൊന്നും നമ്മൾ ചർച്ച ചെയ്യാൻ പാടില്ല, കാരണം എന്താ വെച്ചാൽ വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾക്ക് 25 വയസ്സായാലും 30 വയസ്സായാലും അവർക്ക് പലതും നടക്കാം, പക്ഷേ വിവാഹം കഴിക്കാൻ പാടില്ല. വിവാഹം കഴിച്ചാൽ അത് വലിയ എന്തോ തെറ്റാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ 18 വയസ്സ് എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, ശൈശവവിവാഹം തെറ്റ് തന്നെയാണ്, അതിനെ അനുകൂലിക്കല്ല. വിവാഹം എന്നുള്ളത് എന്തിനാണെന്നുള്ളത് ഇപ്പോഴുള്ള പെൺകുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. കാരണം അത് സ്ത്രീകൾക്ക് കൊടുക്കേണ്ട സംരക്ഷണം, ലീഗൽ പ്രൊട്ടക്ഷൻ ആണ് വിവാഹം എന്ന് വെച്ചാൽ. ഈ പെൺകുട്ടി 9 വയസ്സുകാരി പ്രസവിച്ചു, അതൊരു പെൺകുഞ്ഞിനും ജന്മം കൊടുത്ത് ആ കുഞ്ഞിന്റെ ലൈഫും ഈ പെൺകുട്ടിയുടെ ലൈഫൊക്കെ ഇനി എന്താ എന്നുള്ളത് ആ കുട്ടിക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കാരണം നമ്മൾ ആ വാർത്ത കണ്ടോടുകൂടി നമ്മളത് കഴിഞ്ഞു, ഇനി നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇനി എങ്ങനെ അത് ജീവിക്കണം, അതിന് ചിലവിന് ആര് കൊടുക്കും എന്നുള്ളത്, ഇനി അതിന്റെ കുട്ടിയുടെ അച്ഛൻ ആരാണെന്നും ഒക്കെ തെളിയിച്ച് അതിൽ നിന്നൊക്കെ കോൺവെർസേഷൻ ഒക്കെ കിട്ടി വരുമ്പോഴത്തേനും ആ കുട്ടി ഒരുപാട് കഷ്ടപ്പെടും. കാരണം കുട്ടിക്ക് തിന്നാൻ കൊടുക്കണമല്ലോ, കുട്ടിനെ പഠിപ്പിക്കണമല്ലോ. ഇതിൻ്റെയൊക്കെ ചിലവും കാര്യങ്ങളൊക്കെ ഈ വിവാഹം ഒരു മാരേജ് സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ എത്രത്തോളാണെന്നുള്ളത് ഇന്നത്തെ പെൺകുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാം. അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാതെ നടക്കുന്ന കുറേ ആൾക്കാർ പെൺകുട്ടികളെ മുതലാക്കാൻ വേണ്ടിയിട്ട് അവർ പിറകെ നടക്കുന്നുണ്ട്. എന്നാൽ വിവാഹം കഴിക്കണം, അന്തസ്സായിട്ട് ഞാൻ ആ പെൺകുട്ടിയെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ ആൺകുട്ടിക്ക് പെണ്ണും കിട്ടാനില്ല. എന്തിനാ ചൈൽഡ് മാരേജ്, റേപ്പ് കേസ്, പുരോഗമനം, സദാചാരം ഇതെല്ലാം കൂടെ കൂട്ടി എന്തൊക്കെയോ ക്ലാരിറ്റി ഇല്ലാണ്ട് പറഞ്ഞ് അവസാനം പെൺകുട്ടികളെ വല്ലാണ്ട് ഫ്രീഡം കൊടുത്ത് വളർത്തരുത്, കല്യാണം കഴിച്ചാലാണ് അവർ പ്രൊട്ടക്റ്റഡ് ആവുക എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി കല്യാണം കഴിപ്പിക്കണം എന്ന് പറഞ്ഞ് നിർത്തി. ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ഞാനും ആണുങ്ങൾ ഉൾപ്പെടെ പലരും ആ ഒരു റീലിൽ കമൻ്റ് ഇട്ട് ചോദിച്ചിരുന്നു. കുറേ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കമൻസും ക്വസ്റ്റ്യൻസും ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ കുറേ ഇരുന്ന് ഡിലീറ്റ് ആക്കി ലീഗലായിട്ട് ഇതിന് ചോദ്യം ചെയ്ത ഒരാളെ ബ്ലോക്ക് ആക്കിയിട്ട് പറഞ്ഞു ഞാൻ ഇതിനൊരു റെസ്പോൺസ് വീഡിയോ ചെയ്യുന്നു. അവരൊരു ക്ലാരിഫിക്കേഷൻ തരുന്ന റെസ്പോൺസ് വീഡിയോ ആവുമെന്ന് വിചാരിച്ചത്, പക്ഷെ ഉണ്ടായതെന്താ, ഫോൾസ് അലിഗേഷൻസ് ഒക്കെ പറഞ്ഞ് വിക്ടിം കാർഡ് ഇറക്കിയ ഒരു കളിയായിരുന്നു. ആണുങ്ങൾ നെഗറ്റീവ് പറയുന്ന വിചാരിച്ചത്, പക്ഷെ അവരാരും എന്നെ ഒന്നും പറഞ്ഞില്ല. 99% എനിക്ക് സപ്പോർട്ടാണ് വന്നത്. ഒരു സ്മോൾ പെർസെൻറ്റേജ് ലേഡീസ് മാത്രമാണ് ഇതിനെതിരെ സംസാരിച്ചത്. അവർ ഗ്യാങ് ആയിട്ട് രാത്രി ഉറങ്ങാതിരുന്ന് കമൻറ്റ് ഇട്ടെന്നെ അറ്റാക്ക് ചെയ്യായിരുന്നു. അവർ ഡൈവോഴ്സ്ഡ് ആയതുകൊണ്ടും ട്രോമറ്റൈസ്ഡ് ആയതുകൊണ്ടാണ് പുരുഷവിരോധം കല്യാണത്തിനെതിരെയൊക്കെ പറയുന്ന ഫെമിനിസ്റ്റായി മാറിയത്. അവർ അനുഭവിച്ച കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പറയുന്ന പെണ്ണുങ്ങൾ ആദ്യമായിട്ടാണ് ദുനിയാവിൽ ഉണ്ടെന്ന് ഞാൻ അറിയണേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ. മിസോജനിസ്റ്റിക് ആംഗ്ലമാരെ, നിങ്ങളിതൊന്നും കാണുന്നില്ലേ, എന്നെ വന്ന് രക്ഷിക്കൂ എന്ന് ഇൻഡയറക്ട്ലി ഒലിപ്പിക്കാന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഈ പറഞ്ഞ അലിഗേഷൻസ് ഒക്കെ ശരിയായിരുന്നെങ്കിൽ എന്തിനാണ് പേടിച്ച് ഞങ്ങളുടെ കമന്റ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്യാനും ഒരാളെ ബ്ലോക്ക് ആക്കാനൊക്കെ പോയത്? വാലിഡ് ആയിട്ട് കൺസേൺസ് റേസ് ചെയ്ത ലേഡീസിനെ മാത്രം എടുത്ത് അവർ ട്രോമറ്റൈസ്ഡ് ആയതുകൊണ്ടാണ്, ഡൈവോഴ്സ്ഡ് ആയതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞുള്ള ലേബിളും ചേർത്തിയിട്ട് ശരിക്കുള്ള സബ്ജക്റ്റിൽ നിന്ന് ഫോക്കസ് മാറ്റുന്ന ഈ ചീപ്പ് ട്രിക്ക് ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ഹൈലി ഡിസപ്പോയിൻറ്റിങ്. ഫെമിനിസം എന്ന് പറഞ്ഞാൽ പുരുഷവിരോധമാണ്, കല്യാണത്തിന് എതിർക്കലാണെന്നൊക്കെ കുട്ടിയെ ആരാ പഠിപ്പിച്ചത്? ഒരുപാട് കാലം ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിരുന്നു എന്നുള്ളൊരു അഹങ്കാരം വെച്ചിട്ട് ലേഡീസ് കോൺഫിഡൻസ് ട്രെയിനർ ആണെന്നൊക്കെ പറഞ്ഞല്ലോ. ഈ ആൾ ആൺകുട്ടികളും പെൺകുട്ടികളും സംസാരിക്കുന്നത് വീഡിയോ എടുക്കാൻ ഉപയോഗിച്ച ഫോൺ ഉണ്ടല്ലോ, അതിൽ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. അതിൽ ചുമ്മാ അടിച്ചു കൊടുത്താൽ മതി ഫെമിനിസം എന്ന്, ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ പറഞ്ഞുതരും അതെന്താന്ന്. ലൈക്ക് കം ഓൺ, വി ഫെമിനിസ്റ്റ് ലവ് മെൻ ആൻഡ് ഹാപ്പി മാരേജസ്. അപ്പോൾ ഇങ്ങനത്തെ അപരാധങ്ങളൊന്നും പറയരുത്. ഞങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിനൊന്നും ആൻസർ പറയാൻ പറ്റാണ്ട് അത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മെസ്സേജിലുള്ള കുഴപ്പം കൊണ്ടാണ്. ഇന്ന് പൊട്ടത്തരം വിളിച്ച് പറയാനാണെങ്കിലും നിങ്ങൾക്കിങ്ങനെ പബ്ലിക്കിൽ വന്ന് സംസാരിക്കാനുള്ളൊരു ഫ്രീഡം ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കുറേ കഷ്ടപ്പാടും സാക്രിഫൈസസും ഒക്കെ ചെയ്ത പെണ്ണുങ്ങളും ആണുങ്ങളും അടങ്ങുന്ന ഫെമിനിസ്റ്റ്സ് കാരനാണ്. അത് ഓണറാക്കാതെ ആ വേർഡിൻ്റെ അർത്ഥം പോലും മനസ്സിലാവാതെ ഒരു മിസോജനിസ്റ്റിക് സൊസൈറ്റിയുടെ വാലിഡേഷന് വേണ്ടിയിട്ട് ആ വേർഡ് ഇങ്ങനെ ഉപയോഗിക്കുമ്പോണ്ടല്ലോ, ഹൈലി ഡിസപ്പോയിൻറ്റിങ്. ഒരു ഹെൽത്തി കൺവേഴ്സേഷൻ, ഡിബേറ്റ്, ഇതിൻ്റെയൊക്കെ അർത്ഥം പോലും അറിയാത്ത ഇവരോട് റിയാക്ട് ചെയ്യാനും ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയ എൻ്റെ ടൈമും എനർജിയാണ് ഞാൻ കളഞ്ഞത്. ചില ജീവികളോട് വേദോതാൻ പോയിട്ട് കാര്യമില്ല എന്നൊക്കെ പറയണത് ഇതുകൊണ്ടാണ്. ഇങ്ങനത്തെ റീൽസൊക്കെ കാണാൻ ഇടയാവുന്ന പെൺകുട്ടികൾ, ആൺകുട്ടികൾ, അവരുടെ പാരൻസ്, നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. തുറന്ന മനസ്സോടെ കേൾക്കണം. മാന്യത, അന്തസ്സ് ഇതൊക്കെ പെൺകുട്ടികളുടെ ശരീരഭാഗങ്ങളിലല്ല ഉണ്ടാക്കി വച്ചേക്കുന്നത്, ഓരോരുത്തരുടെ പെരുമാറ്റത്തിലാണ്. ഒരു പെൺകുട്ടി പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും കോൺഫിഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതൊന്നും സൊസൈറ്റി കൈവിട്ട് പോവലല്ല, ഡെവലപ്മെൻ്റ് ആണ്. അതിലാണ് അവരുടെ പ്രൊട്ടക്ഷൻ, അല്ലാണ്ട് കല്യാണത്തിലല്ല. ആൺകുട്ടികളും പെൺകുട്ടികളും ഫ്രണ്ട്സ് ആയാലും ഒന്ന് സംസാരിച്ചാൽ അത് അഴിഞ്ഞാട്ടമാവില്ല. പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ അട്രാക്ഷൻ തോന്നുന്നത് ടീനേജ് പ്രായത്തിൽ നോർമലാണ്. അതിനവരെ നാണം കെടുത്തുകയും പേടിപ്പിക്കുകയും ഒന്നും ചെയ്യാണ്ട് ആ ഫീലിങ്സ് എങ്ങനെ മാനേജ് ആക്കാം, എവിടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം, എങ്ങനെ റെസ്പോൺസിബിൾ ആവണം, സെൽഫ് റെസ്പെക്റ്റ് എങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്നുള്ള അവെയർനെസ് കൊടുക്കുകയാണ് വേണ്ടത്. പെൺകുട്ടികൾക്ക് മാത്രമല്ല, ആൺകുട്ടികൾക്കും.
കുട്ടികളെ പഠിപ്പിക്കുക, അവരുടെ പാഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ അവരെ സപ്പോർട്ട് ചെയ്യുക, ഇമോഷണലി ആൻഡ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ അവരെ എൻകറേജ് ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ അവർക്ക് പറ്റുന്ന ഒരു പാർട്ട്ണറെ അവർ കണ്ടെത്തിയാൽ അവർ കല്യാണം കഴിച്ചോട്ടെ. ഇനി സിംഗിളായിട്ട് ജീവിക്കണമെന്ന് തീരുമാനിച്ചാൽ അതും ഓക്കെയാണ്. മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടി ജീവിക്കുന്നതല്ല ജീവിതം, അത് വെറും സർവൈവലാണ്. പഠിക്കാൻ മടിയാണ്, കല്യാണം കഴിച്ച് പോയാൽ മതി എന്നൊക്കെ ഒരു പെൺകുട്ടി പറയുന്നുണ്ടെങ്കിൽ ലൈഫിൽ സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു സ്കില്ലെങ്കിലും അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻസ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിനെല്ലാത്തിലും A+ കിട്ടണം എന്നൊന്നുമില്ല. ഏത് കുട്ടിയായാലും അവരുടെ ഉള്ളിൽ ഒരു ടാലൻറ്റ്, സ്കിൽ ഒക്കെ ഉണ്ടാവും. സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഇല്ലാത്തവർക്ക് മാരേജ് എപ്പോഴും ഒരു സേഫ്റ്റി നെറ്റ് ആവണമെന്നില്ല. ഇൻഡിപെൻഡൻസ്, ഡിഗ്നിറ്റി ഇതൊന്നും എതിർക്കേണ്ട വാക്കുകളല്ല, നമ്മുടെ ഫൗണ്ടേഷൻ ആവേണ്ട കാര്യങ്ങളാണ്. അൺഫോർച്ചുനേറ്റ്ലി മോറൽ പോലീസിങ് ചെയ്യുന്നവർക്ക് അടുത്തൊന്നും വംശനാശം സംഭവിക്കില്ല. നിങ്ങളെ നിങ്ങളുടെ മക്കളെയും ഷെയിമാക്കി മര്യാദക വളർത്തണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നവർ ഫുൾ ഫ്രീഡത്തിലാണ് ഇതൊക്കെ ഇരുന്ന് പറയണത് എന്ന് ഓർക്കുക. അത് നിങ്ങളുടെ മക്കളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ല, അവർക്ക് വാലിഡേഷൻ കിട്ടാൻ വേണ്ടി ചെയ്യണതാണ്. മക്കൾക്ക് പേടി, നാണം കെടുത്തൽ ഇതല്ല വേണ്ടത്. എഡ്യൂക്കേഷൻ, റെസ്പെക്റ്റ്, ഫ്രീഡം. അവിടെയാണ് അവരുടെ കോൺഫിഡൻസ് വളർന്നു തുടങ്ങുക. സോ ആസ് ഓൾവേസ്, ലെറ്റ്സ് ലേൺ ടു ലിവ്, നോട്ട് ജസ്റ്റ് സർവൈവ്. ബൈ.